ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. റഷ്യ യുക്രൈൻ വിഷയത്തിലെ ഇടപെടലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസമിലെത്തും. വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം നാളെ തുടക്കം കുറിക്കും. കയറ്റുമതി മേഖലയിൽ ഇന്ത്യ ഈ വർഷം $800 ബില്യൺ മറികടക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുന്നതിനെതിരായ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ച് തമിഴ്നാട് സർക്കാർ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. റഷ്യ യുക്രൈൻ വിഷയത്തിലെ നിരന്തര ഇടപെടലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിലാണ് പുടിൻ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ലോക നേതാക്കളുടെ ശ്രമങ്ങളെ പ്രശംസിച്ചത്. അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടേത് നിഷ്പക്ഷ നിലപാടല്ലെന്നും ഇന്ത്യ സമാധാനത്തോടൊപ്പമാണെന്നും കഴിഞ്ഞ മാസം യുഎസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. दुनिया का एक सोच रही है कि भारत न्यूट्रल है. भारत न्यूट्रल नहीं है. भारत का अपना पक्ष है और भारत का पक्ष है शांति. हम पहले दिन से ही और मैंने राष्ट्रपति पुतिन को उनकी मौजूदगी में मीडिया के सामने कहा था कि ये समय युद्ध का नहीं है और मेरा एक कन्विक्शन है कि समस्याओं का समाधान युद्ध के मैदानों में नहीं निकलता है, वो टेबल पर चर्चा करके ही निकलता है. അമേരിക്ക മുന്നോട്ടുവച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു. വ്ളാഡിമിർ പുടിൻ വെടിനിർത്തലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരണമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അസമിലെത്തും. നാളെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ഡെർഗാവ് പോലീസ് അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ ഭവന പദ്ധതികൾക്ക് ശ്രീ അമിത്ഷാ തറക്കല്ലിടും. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങിയവർ സന്നിഹിതരായിരിക്കും. ഖൊക്രജാർ ജില്ലയിൽ ബോഡോ സ്റ്റുഡന്റ്സ് യൂണിയന്റെ 57ാമത് വാർഷിക സമ്മേളനത്തെ ഞായറാഴ്ച ശ്രീ അമിത്ഷാ അഭിസംബോധന ചെയ്യും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കിയതിനെ തുടർന്നുള്ള സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിലയിരുത്തും. കയറ്റുമതി മേഖലയിൽ ഇന്ത്യ ഈ വർഷം $800 ബില്യൺ മറികടക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സേവന മേഖലയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നതെന്ന് കയറ്റുമതി പ്രോത്സാഹന കൌൺസിൽ, വ്യവസായ അസോസിയേഷനുകൾ എന്നിവയുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു. കയറ്റുമതി മേഖലയിൽ പ്രകടമാകുന്ന അനുകൂല അന്തരീക്ഷത്തെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. സ്വതന്ത്ര വ്യാപാര കരാറുകൾ അന്തിമഘട്ടത്തിലാണെന്നും ഇതിലൂടെ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കൂടുതൽ നിക്ഷേപം ലഭിക്കുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. വേവ്സ് 2025 ഉച്ചകോടിയുടെ ഭാഗമായി ക്രിയേറ്റേഴ്സ് എക്കണോമിക്കായി 100 കോടി രൂപ ചെലവഴിക്കുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര സർക്കാർ മെയ് 1 മുതൽ 4 വരെ മുംബൈയിൽ സംഘടിപ്പിക്കുന്ന ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആദ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈയിലെ ഫിലിം സിറ്റിക്ക് സമീപം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിനോദ വ്യവസായ മേഖലയെ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു നിർണായക വേദിയായി വേവ്സ് മാറുമെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടി. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ സംസ്ഥാനത്ത് കടൽ മണൽ ഖനനം നടപ്പാക്കൂ എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. വികസനം മനുഷ്യരാശിയുടെ ആവശ്യമാണെന്നും ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നതെന്നും ശ്രീ ജോർജ് കുര്യൻ വ്യക്തമാക്കി. ഉപഗ്രഹ വിക്ഷേപണങ്ങളിലൂടെ ISRO നേടിയത് ഏകദേശം $143 ദശലക്ഷം വിദേശ നാണ്യ വരുമാനം. കഴിഞ്ഞ ദശകത്തിൽ ISRO വാണിജ്യാടിസ്ഥാനത്തിൽ ആകെ 393 വിദേശ ഉപഗ്രഹങ്ങളും 3 ഇന്ത്യൻ ഉപഭോക്തൃ ഉപഗ്രഹങ്ങളും നിക്ഷേപിച്ചതായി ബഹിരാകാശ വകുപ്പ് അറിയിച്ചു.
2015 ജനുവരി മുതൽ 2024 ഡിസംബർ വരെ ഈ ഉപഗ്രഹങ്ങൾ ISROയുടെ PSLV, LV-M3, SSLV വിക്ഷേപണ വാഹനങ്ങളിൽ വിജയകരമായി വിക്ഷേപിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, സിംഗപ്പൂർ, മറ്റ് നിരവധി വികസിത രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ 34 രാജ്യങ്ങൾക്കായുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതും ISROയുടെ ശ്രദ്ധേയമായ റെക്കോർഡിൽ ഉൾപ്പെടുന്നു. 2024-ൽ ആഗോള സമുദ്രനിരപ്പ് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഉയർന്നതായി നാസയുടെ വെളിപ്പെടുത്തൽ. സമുദ്രനിരപ്പ് ഉയരുന്ന നിരക്ക് 2024-ലെ പ്രതീക്ഷിത 0.43 സെന്റിമീറ്ററിൽ നിന്നും 0.59 സെന്റിമീറ്ററിൽ എത്തിയതായി US ബഹിരാകാശ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹിമാനികളിൽ നിന്നും ഹിമപാളികളിൽ നിന്നും അധികമായി ഉരുകിയെത്തിയ ജലത്തിനൊപ്പം സമുദ്രജലം ചൂടുപിടിക്കുന്നതാണ് പ്രധാനമായും സമുദ്രനിരപ്പിന്റെ വർധനവിന് കാരണമെന്നും നാസ റിപ്പോർട്ട് ചെയ്യുന്നു. 3 പതിറ്റാണ്ടിനിടെ സമുദ്രനിരപ്പ് ഏറ്റവും ഉയരത്തിലെത്തിയ 2024 ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം എത്രയും വേഗം അവസാനിപ്പിച്ച് ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ചൈനയും റഷ്യയും ഇറാനും. 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ബെയ്ജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിയമവിരുദ്ധമായ എല്ലാ ഏകപക്ഷീയ ഉപരോധങ്ങളും അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ഇടപെടലും ചർച്ചകളും മാത്രമാണ് പ്രശ്നപരിഹാരത്തിനുള്ള പ്രായോഗിക പ്രതിവിധിയെന്ന് സംയുക്ത പ്രസ്താവനയിൽ 3 രാജ്യങ്ങളും ആവർത്തിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. കുങ്കുമപ്പൂവിന്റെ ഹബ്ബായി ഈ സംസ്ഥാനങ്ങൾ മാറുമെന്നും ഷില്ലോങ്ങിൽ നോർത്ത് ഈസ്റ്റ് സെന്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ ആൻഡ് റീച്ചിന്റെ പുതിയ ഓഫീസിന് തറക്കല്ലിടുന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. So this is an institution which is catering to entire Northeast and living up to that by way of imparting technologies for startups, for entrepreneurship, for bamboo, and also for diverse missions like Mission Honey, Mission Bee, and I'm glad that they are all focusing on saffron. The role and the contribution of nectar would lead to the evolution of Atmanirbhar Northeast, the Viksit Northeast, which will then also contribute to the making of Atmanirbhar Bharat. ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ ചെന്നൈയിൽ ഈ മാസം 22-ന് വിളിച്ചു ചേർക്കുന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ച് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ, തമിഴച്ചി തങ്കപാണ്ഡ്യൻ MP എന്നിവർ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്. ചെന്നൈയിൽ നടക്കുന്ന സമ്മേളനത്തോടും വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനോടുമുള്ള ഐക്യദാർഢ്യം മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. തുടർച്ചയായ 3ാം ഫൈനലിനാണ് ഡൽഹി നാളെ കളിക്കളത്തിലിറങ്ങുന്നത്. 2ാം കിരീട നേട്ടമാണ് ഹർമൻപ്രീത് കൌർ നേതൃത്വം നൽകുന്ന മുംബൈ ഇന്ത്യൻസിന്റെ ലക്ഷ്യം. ബിർമിംഗ്ഹാമിൽ നടക്കുന്ന ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ സൂപ്പർ 1000 ബാഡ്മിന്റൺ ക്വാർട്ടറിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെന്നിന് തോൽവി. ചൈനയുടെ ലീ ഷി ഫെങ്ങിനോടാണ് ലക്ഷ്യ പരാജയപ്പെട്ടത്. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം നാളെ ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. ഇന്ത്യൻ താരങ്ങളായ PV സിന്ധു, സാത്വിക് സായിരാജ്, രാജ്റങ്കി റെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി തുടങ്ങിയവർ നേരത്തെ തന്നെ പുറത്തായിരുന്നു. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്തെ മേൽപ്പാലം ഒഴിവാക്കിയുള്ള പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ ആരംഭിച്ചു. കൊടിമരത്തിന്റെ ഇരുവശവും വഴി 2 വരികളായി ഭക്തർക്ക് ശ്രീകോവിലിന് മുന്നിലേക്ക് പോകാൻ കഴിയും വിധമാണ് പുതിയ ദർശന വഴി. ദർശന സമയം 20 മുതൽ 30 സെക്കൻഡ് വരെ കൂടുതലായി ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യ യുക്രൈൻ വിഷയത്തിലെ ഇടപെടലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസമിലെത്തും. വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം നാളെ തുടക്കം കുറിക്കും. കയറ്റുമതി മേഖലയിൽ ഇന്ത്യ ഈ വർഷം $800 ബില്യൺ മറികടക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്നതിനെതിരായ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ച് തമിഴ്നാട് സർക്കാർ.
കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.